ഒരു വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ളൊരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ ഇത് എന്നാ പറയുക വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാൻ സ്വാഭാവികമായിട്ട് അത് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട്. മെച്ചപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശശി തരൂർ എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ശശി തരൂർ ഈ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. അപ്പോൾ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സ്. ഇനി വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും CPIMൻ്റെ അല്ലല്ലോ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്രീയ മേഖലയിലാണ്. അപ്പോൾ ഈ രണ്ടു പേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. എനിക്ക് ഞാൻ ആർക്കും വേണ്ടി ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. രാജ്യത്തെ 1-ാം നമ്പർ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ അറിഞ്ഞിട്ടേയില്ലെന്ന ഭാവമായിരുന്നു VD സതീശനും കോൺഗ്രസിനും. കേരളം ഗംഭീരമായി മാറുന്നുവെന്ന യാഥാർത്ഥ്യം കണക്കുകളും റിപ്പോർട്ടുകളും ഉദ്ധരിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ MP പറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവിന് പൊള്ളി. കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഉറഞ്ഞുതുള്ളി. ശശി തരൂരിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചു. എന്നാൽ വിശ്വപൗരൻ പറഞ്ഞതിനോട് പരസ്യമായി വിയോജിക്കുക പോലും ചെയ്യാതെ ഹൈക്കമാൻഡ് തരൂരിനെ സെറ്റിൽ ചെയ്തു. കെ സുധാകരൻ അതിനോടൊപ്പം നിന്ന് തരൂർ പാർട്ടിക്ക് ഒരു ദ്രോഹവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞു. എതിർക്കാനിറങ്ങിയവർ മെല്ലെ വലിഞ്ഞു. ഊതി വീർപ്പിച്ച ബലൂണിനോട് തരൂരിനെ പണ്ട് വിശേഷിപ്പിച്ച പ്രതിപക്ഷ നേതാവ് കാറ്റുപോയ ബലൂണായി. പിണറായി സർക്കാരിൻ്റെ മികവിനെ പ്രശംസിച്ചതിൽ തരൂർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നമ്മളിപ്പോൾ കേട്ടതുപോലെ ഈ ഗ്ലോബൽ എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായാലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടായാലും അതൊന്നും CPIMൻ്റേതല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡാറ്റ വെച്ച് മാത്രമേ എഴുതൂ അല്ലെങ്കിൽ പറയൂ എന്ന് അദ്ദേഹം ഇന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൻ്റെ അഭിമാന നേട്ടങ്ങൾ പൊതുസമൂഹം ആകാംക്ഷയോടെ മനസ്സിലാക്കുന്നതിന് ഈ സാഹചര്യം വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന നേട്ടത്തിൽ ലോകത്തെ വൻകിട കമ്പനികളും വിവിധ രാജ്യങ്ങളിലെ മന്ത്രിതല സംഘവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരളയിൽ പങ്കാളികളാവും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജെക്സി തോമസ് CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ. ഞാൻ ജേക്കിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പൊടിപ്പാറയിലേക്ക് പോകാം. നിജേഷിൻ്റെ കണക്ഷനിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ താങ്കളിലേക്കാണ് ഞാൻ വരുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ്? തുടക്കം മുതൽ VD സതീശൻ്റെ ഇക്കാര്യത്തിലുള്ള എതിർപ്പും അസ്വസ്ഥതയും നമ്മൾ കണ്ടതാണ്. അതുപോലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന തരൂരിനെ അന്നും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അയാൾ പാർട്ടിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റിൻ്റെ നിലപാട് ഇന്ന് അല്പം മുമ്പ് വന്നതും നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ്? റൈറ്റ്, ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്ക് വരാം. ലൈൻ കണക്റ്റായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത്, പക്ഷേ കേൾക്കാനാവുന്നില്ല, എന്തോ ചില ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത്. അത് പരിഹരിക്കട്ടെ. ഞാൻ ശ്രീ ജയ്ക്കിലേക്ക് വരികയാണ്. ജയ്ക്ക്, ശശി തരൂർ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആകെ ഇതിലൂടെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരിലേക്ക്, ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് ഒക്കെ പ്രസരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് മുന്നോട്ട് പോയി. അതിന് കാതലായൊരു വിഷയമുണ്ട്. കേരളത്തിൻ്റെ മികവ്, മുന്നേറ്റം, അതിന് അടിസ്ഥാനമായിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ, രേഖകൾ, കേരളത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരം, ഇതെല്ലാം തന്നെ കളവാണ് എന്നൊരു വലിയ പൊസിഷൻ എടുത്തുകൊണ്ടാണ് ശശി തരൂർ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്ന് പറയാൻ VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പരിശ്രമം നടന്നത്. അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ജയ്ക്കിൻ്റെ കാഴ്ചയിൽ? സത്യസന്ധമായി നമ്മളെല്ലാവരും വിലയിരുത്തിയാൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് മാത്രമല്ല, കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു ആങ്കറുടെ ഓർമ്മയിൽ നിർബന്ധമായും ഉണ്ടാകും. അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് ഒരു കൊമേഡിയൻ എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ജസ്പ്രീത് സിംഗ്
കേരള സാർ 100% ലിറ്ററസി എന്ന അസാധാരണമായ പരിഹാസത്തോടുകൂടെ നമ്മുടെ നാടിനെ ആകെ ഇകഴ്ത്തുന്ന ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി. വ്യാപക വിമർശനം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. ഇന്ത്യയുടെ പൊതു മനസാക്ഷി ഒന്നടങ്കം, പ്രബുദ്ധതയുള്ള ഇന്ത്യയുടെ പൊതു മനസാക്ഷി ഒന്നടങ്കം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ടേക്ക് വന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? കേരളത്തിൽ ഒരു ജസ്പ്രീത് സിംഗ് ഉണ്ടോ? കേരളത്തിന്റെ ജസ്പ്രീത് സിംഗ് ആണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രതിപക്ഷം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന UDF കൺവീനർ ഉൾക്കൊള്ളുന്ന സംഘം. പക്ഷേ ഇന്ത്യയിലും കേരളത്തിലും ജസ്പ്രീത് സിംഗുമാർക്ക് ഇടമില്ല എന്ന് ബോധ്യമാകുന്നതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മാധ്യമങ്ങളിലൂടെ പ്രഭാത ഭക്ഷണം ആരംഭിച്ച്, മാധ്യമങ്ങളിലൂടെ ഉച്ചഭക്ഷണം കഴിച്ച്, മാധ്യമങ്ങളിലൂടെ രാത്രി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ആ സാന്ദ്രതയിലേ നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലില്ല. കേരളത്തിന്റെ ജസ്പ്രീത് സിംഗ് ആകാൻ മത്സരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഒളിച്ചോടേണ്ടതായി വന്നു, നാണം കെട്ട് ഒളിച്ചോടേണ്ടതായി വന്നു. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള വിമുഖത കേരളത്തോടുള്ള വിമുഖതയായി, ലോകമെമ്പാടുമുള്ള മലയാളികളോടുള്ള ശത്രുതയായി വളർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ കണ്ടത്. അതുകൊണ്ടാണ് മലയാളിയുടെ സംഘടിതമായ ബോധ്യത്തിന് മുമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നരാധവ സംഘത്തിനും ഒളിച്ചോടി പോകേണ്ടതായി വന്നത്. അതുകൊണ്ടാണ് ഇത് ആദരണീയനായ വ്യവസായ മന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരിന്റെ കാലയളവിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രിയുടെ മാത്രം ശ്രമഫലമായി ഉണ്ടായ നേട്ടമായി നമ്മൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നതേയില്ല. വിവിധ കാലയളവിൽ വന്ന സർക്കാരുകൾക്ക് അവരവരുടേതായ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2016 അനന്തരമുള്ള കേരളത്തിലെ ഗവൺമെന്റുകൾക്കോ ആ വളർച്ചയെ, സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന ആ വളർച്ചയെ അത്യസാധാരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അഭൂതപൂർവ്വമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വേഗതയിലേക്ക് കൈപിടിച്ചാനയിക്കാനായി ഇപ്പോ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും ഇന്നലെയുമായി മലയാളിയുടെ പബ്ലിക് ഡൊമൈനിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചാരം ലഭിക്കുന്ന വീഡിയോ ദൃശ്യം എന്ന് പറയുന്നത് മലയാളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയുമാണ്. അവർ രണ്ടുപേരും പറയുന്നു, ഏതെങ്കിലും പ്രഖ്യാപിത രാഷ്ട്രീയധാരയുടെ ആഭിമുഖ്യമില്ലാതെ ഇവർ രണ്ടുപേരും പറയുന്നു, മലയാളി എന്ന നിലയിൽ ഇന്ത്യയുടെ വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ 1ാം സ്ഥാനം കൈവരിച്ച നമ്മുടെ കേരളത്തിന്റെ നേട്ടത്തിൽ മറ്റേതു മലയാളിയെക്കാളും കരുത്തോടുകൂടെ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു അഭിമാനബോധം ഉണ്ടാകുമല്ലോ. നമ്മുടെ നാട് പ്രത്യേകിച്ച് അപൂർവമായി ഏറ്റവും പിന്നിലായിരുന്ന ഒരേ ഒരു മേഖലയെ എല്ലാ പരിമിതികളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മട്ടുപ്പാവിൽ വീണ്ടും 1ാം സ്ഥാനത്ത് കേരളം ചിരപ്രതിഷ്ഠ നേടുന്നു എന്നുള്ളത് അത്യസാധാരണമായ ആഹ്ലാദത്തോടുകൂടെ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. അവിടെയാണ് ലോകമെമ്പാടുമുള്ള മലയാളി മനസാക്ഷിയെ, ഞാൻ മനസ്സിലാക്കുന്നു അന്തസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പോലും മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദമാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കേരളത്തിൽ വ്യവസായങ്ങൾക്ക് നിക്ഷേപം നൽകാനോ വളരുവാനോ കഴിയുന്ന സാഹചര്യമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പറയുന്നത് ആരാണ്? പറയുന്നത് ജോർജ് കുര്യനോ തൃശ്ശൂർ MP യോ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു. പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്നേ വരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയ ആരെയെങ്കിലും ഇദ്ദേഹമല്ലാതെ മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എത്രയോ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക്, രാഷ്ട്രീയമായ തർക്കവിതർക്കങ്ങൾക്ക്, പോർമുഖങ്ങൾക്ക് ഒക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ കേരളം കൊള്ളില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോടുള്ള കടുത്ത വിയോജിപ്പും അന്ധമായ വിയോജിപ്പും കൊണ്ട് നാട് കൊള്ളില്ല, നമ്മുടെ മലയാളികളുടെ മാതൃഭൂമി കൊള്ളില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏക പ്രതിപക്ഷ നേതാവായി. അതുകൊണ്ടാണ് കേരള സാർ 100% ലിറ്ററസി എന്ന് പരിഹാസത്തോടുകൂടെ കേരളത്തെ പരിഹസിച്ച ജസ്പ്രീത് സിംഗിനോട് ഇദ്ദേഹത്തെ ഉപമിക്കേണ്ടതായി വന്നത് അവിടെയാണ്. പക്ഷേ മലയാളിയുടെ സംഘടിതമായ ബോധ്യങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹത്തിന് മുട്ടുമടക്കേണ്ടതായി വന്നു, ശിരസ് കുനിക്കേണ്ടതായി വന്നു. എത്രയൊക്കെ ആളുകൾ നമ്മളെ അംഗീകരിച്ചു. ചെറിയ കാര്യമായിരുന്നു. മുസൂരിയിലെ ട്രെയിനിങ് അക്കാഡമി CPM-ന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണോ? മുസൂരി ട്രെയിനിങ് അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവർ കേരളത്തിന്റെ KSIDCയുടെ MD-യെ ക്ഷണിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എ കേരള എക്സ്പീരിയൻസ്, അതിൽ പേപ്പർ അവതരിപ്പിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു. മുസൂരി ട്രെയിനിങ് അക്കാഡമിയിലേക്ക് കേരളത്തിന്റെ ബ്യൂറോക്രാറ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതീകം പോകുന്നതിൽ നമുക്കൊക്കെ സന്തോഷം തോന്നണ്ടേ? എന്താ ഇദ്ദേഹത്തിന്റെ പ്രതികരണം? IIM ഇൻഡോർ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനരായ വിദ്യാർത്ഥിനികൾ നമുക്ക് സംഭാവന ചെയ്ത കേന്ദ്രം, കേരളത്തിന്റെ ഇയർ ഓഫ് എന്റർപ്രൈസസിലെ സക്സസിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവർ പഠനം നടത്തി. സാധാരണഗതിയിൽ സാമൂഹ്യ സാമ്പത്തിക മാനങ്ങളാണ് പഠിക്കാറുള്ളത്. IIM ഇൻഡോറിന്റെ പഠന വിഷയം എന്താണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് മെന്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ റിസൾട്ട് ഓഫ് ഇയർ ഓഫ് എന്റർപ്രൈസസ്. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം വളർന്നു വന്നതിനെ തുടർന്ന് 30% സ്ത്രീകൾ സംരംഭകരായി മാറിയ, നിരവധി ട്രാൻസ്ജെൻഡറുകൾ സംരംഭകരായി മാറിയ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സംരംഭകരായി മാറിയ കേരളത്തിൽ ഇതുവരെ 7,32,482 തൊഴിലവസരം സൃഷ്ടിച്ച, 22,150 കോടിയുടെ നിക്ഷേപം ഉറപ്പാക്കിയ, 3,45,335 സംരംഭങ്ങളെ സാധിച്ചെടുത്ത ഈ അത്ഭുതത്തെ കുറിച്ച് IIM ഇൻഡോർ പഠിച്ചു. അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. നമുക്ക് അഭിമാനം തോന്നേണ്ടതല്ലേ? IIM ഇൻഡോർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കുടിൽ കേന്ദ്രമാണോ? അതോടൊപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എന്താണ്? അമേരിക്കൻ സൊസൈറ്റി എന്തായാലും CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ളതായിട്ട് യുക്തിസഹമായി ചിന്തിക്കുന്ന ആരും പറയില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം എനിക്കറിയില്ല, അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം MP-യുടെ വാക്ക് ഞാൻ കടമെടുക്കുന്നില്ല. ഈ ഭാഷ അറിയാവുന്നവർ പറയട്ടെ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ്? അമേരിക്കൻ സൊസൈറ്റിയുടെ 82 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്, ആ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗമായ കേരളത്തെ ആദ്യമായി അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മേഖലയിൽ കേരളം കൈവരിച്ച അഭൂതപൂർണമായ മുന്നേറ്റത്തെ സംബന്ധിച്ച് പേപ്പർ പ്രസന്റേഷന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി അടുത്ത മാസം അമേരിക്കൻ സൊസൈറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഞാൻ ചുരുക്കുന്നു, അമേരിക്കൻ സൊസൈറ്റിയും ഇൻഡോർ IIM-ഉം മുസൂറി ട്രെയിനിങ് അക്കാഡമിയും വരെ അംഗീകരിച്ച കേരളത്തിന്റെ മലയാളികൾക്കാകെ അഭിമാനമായി മാറിയ ഈ വളർച്ചയ്ക്ക് നേരെയാണ് നിർഭാഗ്യവശാൽ ഇടതുപക്ഷ വിരുദ്ധ അന്ധത ബാധിച്ച് കേരള വിരുദ്ധരായി മാറിയ പ്രതിപക്ഷ നേതാവും സംഘവും ജൽപ്പനം നടത്തിയത്. പക്ഷെ അവർക്ക് തിരുത്തേണ്ടതായി വന്നു. അവർക്ക് അസാധാരണമായ രാഷ്ട്രീയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടതായി വന്നു. മാധ്യമങ്ങളെ തേടി അലഞ്ഞ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ ജയ്ക്ക് സൂചിപ്പിച്ച ആ കാര്യങ്ങൾ, അത് വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ദേശീയ തലത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഏറ്റവും അധികം അമ്പരന്നു പോയത് ചന്ദ്രബാബു നായിഡുവിനെ പോലെയൊക്കെ ഉള്ള മുഖ്യമന്ത്രിമാരാണ്. അവരുടെ സ്ഥാനം കേരളം തട്ടിക്കൊണ്ടുപോയി, കേരളത്തിന് കിട്ടി, അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന നിലയിൽ ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു ഒക്കെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മലയാളികൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ IIM-ൻ്റെ കാര്യം, മസൂറിയിലെ സിവിൽ സർവീസുകാരുടെ ട്രെയിനിങ്ങിലേക്ക് കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള 1ാമത്തെ സംസ്ഥാനത്തിലേക്ക് 28-ൽ നിന്ന് പടിപടിയായി നമ്മൾ എത്തി വന്ന, ആകെ 29 സ്റ്റേറ്റുകൾ, അതിൽ 28ആയിരുന്നു നമ്മുടെ സ്ഥാനം. അവിടെ നിന്നാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അത് പഠിക്കാൻ മുഹമ്മദ് ഹനീഷിനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. പക്ഷേ അവിടെ ഏതായാലും ഇപ്പോഴത്തെ വളരെ സെൻസേഷനായിട്ടുള്ള ഒരു വിഷയത്തെ പ്രതിപക്ഷ നേതാവുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള വിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം ഹീനമായിട്ടുള്ള, മ്ലേച്ഛമായിട്ടുള്ള ഒരു പരാമർശത്തിലൂടെ ഹാസ്യമെന്ന പേരിൽ നടത്തിവെച്ചതാണ് മുമ്പ് പറഞ്ഞ ജസ്പ്രീത് സിംഗ്. ആ നിലയിലുള്ള കേരള വിരുദ്ധതയുടെ ഒരു പ്രതീകമായി പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ അറിയുന്നുണ്ടോ എന്ന പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് എന്ന് പറയുന്നതൊക്കെ വലിയ ഗൗരവമുള്ള ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ്. നിജേഷ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റ്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രണ്ടുപേരും പറഞ്ഞത് കേട്ടു. തൊട്ട് പിന്നാലെ ഇന്ന് ശശി തരൂർ പറഞ്ഞതും കേട്ടു. വലിയ അതൃപ്തി, എതിർപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ അന്നു മുതലുണ്ട്. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ കാര്യമായ ദ്രോഹം ഒന്നും പാർട്ടിക്ക് ചെയ്തിട്ടില്ല, പാർട്ടിക്ക് ഒരു ദോഷവുമില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് തരൂരെന്ന് പറയുന്ന നിലയിലേക്കുള്ളൊരു നിലപാടേ KPCC പ്രസിഡന്റ് എടുത്തിട്ടില്ല. ഹൈക്കമാൻഡും ആ നിഗമനത്തിലേക്ക് തന്നെ പോയി. ഇന്നും ഉറച്ചു നിന്ന് തരൂർ അത് പറയുന്നത് നമ്മൾ കേട്ടു. നിജേഷ് എന്ന കോൺഗ്രസ് പ്രതിനിധി ഇതിൽ ഏത് പക്ഷത്ത് നിൽക്കുന്നു? ഏത് വാദഗതിയോടൊപ്പമാണ് നിജേഷിൻ്റെ മനസ്സ്? എന്റെ മനസ്സല്ല, എന്നെ ഏൽപ്പിച്ച പണി കോൺഗ്രസിന്റെ നിലപാട് പറയുക എന്നുള്ളതാണ്. മനസ്സില്ലാത്ത പണിയാണോ കോൺഗ്രസിന്റെ താങ്കളുടെ മനസ്സില്ലാത്ത പണിയാണോ അവതരിപ്പിക്കാൻ പോകുന്നത്? എന്റെ മനസ്സ് വേറെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പണി വേറെ എന്നാണോ? അല്ല, ശരത്ത് ചോദിച്ചത് എന്റെ മനസ്സാണല്ലോ. അതെ, ഏൽപ്പിച്ച പണി ഉറപ്പായും കേരളം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. നമ്മുടെ നാടിന്റെ നിജേഷ് അരവിന്ദന്റെ മനസ്സ് ഉറപ്പായും ഞാൻ അങ്ങനെ തന്നെയാ ജയിക്കിനോടും ചോദിച്ചത്. ഞാൻ ജയിക്കിനോടും ചോദിച്ചത് അങ്ങനെ തന്നെയാ. ജയിക്കിന്റെ മനസ്സെന്നാ ചോദിച്ചത്. ഞാനത് ആസ്വദിക്കായിരുന്നു. ഇനിയും ഞാനും ആസ്വദിക്കായിരുന്നു. കാരണം ജയിക്കിന്റെ ഏകദേശം 13.5 മിനിറ്റ് നീണ്ടു നിന്ന പ്രഭാഷണം ഞാൻ ഒരു സംഗീതം പോലെ തടസ്സപ്പെടുത്തലുമില്ലാതെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യ ഉത്തരം ഞാൻ ഒരു സംശയം പറയുമ്പോഴേക്കും ശരത്തിന്റെ ആ സ്നേഹപൂർവമായ ഇടപെടൽ ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞു ശരത്തെ. കോൺഗ്രസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല.
അത് ഉണ്ട് എന്ന് ആരൊക്കെ സമർത്ഥിച്ചാലും ശരി, അവരവരുടെ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോവുക. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതുപോലെ ചാനലുകളിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ ദിവസം പറഞ്ഞത് തന്നെയാണ് ഇന്നും പറയുന്നത്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ട കാര്യമില്ല. കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമില്ല. കോൺഗ്രസ് ഇടയ്ക്കൊക്കെ ഞങ്ങൾ അഭിപ്രായം പറയും, പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യമാണ്. ഏതെങ്കിലും തരത്തിൽ ശ്രീ ശശി തരൂർ പറഞ്ഞ ലേഖനത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു, ശശി തരൂർ പറഞ്ഞു, കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അവിടെ കഴിഞ്ഞു. എവിടെ അതിനപ്പുറത്തേക്ക് എന്താണ് അത് ഫാക്ച്വലി തെറ്റാണ്. ഞാൻ ഇടപെടുന്നു പറയല്ലേ? തരൂർ ഇതാ ഇപ്പോഴും പറഞ്ഞു. ഞാൻ പറയില്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു എന്നാണ്. സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നത്. ശരത്ത് കേട്ടത് തെറ്റിയതാണ്. ഞാൻ ഈ ചർച്ചയിൽ ഒരിടത്തും ഞാൻ ശരത്തിനോട് ഇനി മുഖം കറുപ്പിച്ചുള്ള സംസാരമില്ല. ശരത്തിന്റെ ഓരോ ഇടപെടലിനെയും സ്നേഹപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. ഞാൻ ജയിക്കിനോട് പറയുന്നത് ജയിക്ക് പറഞ്ഞ നീണ്ട കഥകളും പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിന്റെ അലങ്കാരങ്ങളൊന്നും ഞാൻ അതൊക്കെ തിരുത്താം എന്ന് തരൂർ പറഞ്ഞിട്ടില്ല. അത്രയും ഞാൻ പറഞ്ഞു. ഡാറ്റ എനിക്ക് തന്നാൽ, നിങ്ങൾ എന്നെ കാര്യങ്ങൾ അറിയിച്ചു തന്നാൽ ഞാൻ തിരുത്താം എന്ന് വെച്ചാൽ പറഞ്ഞത് അത്രയും അതിൽ ഉറച്ചു നിൽക്കുന്നതല്ലേ അതിന്റെ മലയാളം? എന്താണ് നിജേഷ്? അതായത് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി മറിച്ചാണെങ്കിൽ ആ ഡേറ്റ വരട്ടെ, ഞാൻ പരിശോധിക്കാം. നിലവിലെ ബോധ്യങ്ങളിൽ ഇതല്ലേ പറഞ്ഞത്? അല്ല, ശശി തരൂർ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇതാണ്. ചർച്ചകൾ പിറ്റേ ദിവസം ആനുകാലിക പത്രങ്ങളിലൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു മാധ്യമത്തിലാണ് അത് വളരെ കൃത്യമായിട്ട് ആ ജീനോം കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഇത് യഥാർത്ഥ സംഭവമാണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇപ്പൊ കൊളംബോയിലാണെങ്കിൽ എനിക്ക് ശരത്തിന് ബുദ്ധിമുട്ടാണ്. കൊളംബോയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. ജയിക്ക് എന്റെ വിശ്വാസപ്രകാരം കോട്ടയത്താണ്, ഞാൻ കോഴിക്കോടാണ്. ഞാൻ ജയിക്കിനോട് വളരെ സ്നേഹപൂർവ്വം നമുക്കൊരു വാഹനത്തിൽ ജയിക്ക് ഒരുമിച്ച് പോകും, അതിന്റെ ചെലവ് മുഴുവൻ കോൺഗ്രസ് പാർട്ടി എടുത്തോളാം. ഈ ശ്രീ പി രാജീവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ആ 44,000 കോടി രൂപയുടെ പദ്ധതിയിൽ 615 പദ്ധതികൾ 1 കോടി രൂപയുടെ മുകളിലും 203 പദ്ധതികൾ 100 കോടി രൂപയുടെ മുകളിലുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ആ 1 കോടിയുടെ 603 ഞാൻ വിട്ടു. ഈ 100 കോടിക്ക് മുകളിലുള്ള 203 സംരംഭങ്ങൾ ഒന്ന് നേരിട്ട് കാണാൻ ജയിക്ക് വരികയാണെങ്കിൽ ഞാനും വരാം. വിവരാവകാശ നിയമപ്രകാരം ഒരാൾ എടുത്ത കണക്കിൽ, ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറഞ്ഞ എറണാകുളത്തുകാരൻ എടുത്ത കണക്കും ഉണ്ട് സൈറ്റിൽ. ആ കണക്കിൽ പറയുന്നത് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് കേരളത്തിൽ 100 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത 5 പദ്ധതികളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിഴിഞ്ഞമാണ്, 7,523 കോടി. തിരുവനന്തപുരത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 600 കോടി. തൃശ്ശൂരിൽ ഒരു ഹോട്ടൽ 600 കോടി. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി 1,200 കോടി. കോഴിക്കോട്ടെ ലുലു മാൾ 250 കോടി. ഇതാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്ക്. അതിനപ്പുറത്തേക്ക് എവിടെയാണ് ഈ 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യവസായ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ, ഏതാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്താൽ. ഞാനതിന് ഡിബേറ്റ് ചെയ്യാനോ അങ്ങനെ ഇല്ല എന്ന് വാദിക്കുന്നൊന്നുമില്ല. പക്ഷെ ഒന്ന് അദ്ദേഹത്തിന് മനസ്സുണ്ടായിട്ട് ആ 100 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത, കേരളത്തിലെ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആ പദ്ധതികൾ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം 7 ലക്ഷത്തി സംതിങ്ങിന്റെ കണക്ക് പറഞ്ഞു. MSMEയിൽ 3 ലക്ഷത്തി ചില്ലാനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു സർക്കാർ കണക്കിൽ 67,000 എന്ന് പറയുന്നു. MSMEയിൽ 3 ലക്ഷത്തിൽ അധികം രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞത് മഹാസംഭവമാണ് എന്നറിയില്ല. പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ ഈ 3 ലക്ഷത്തി ചില്ലാനം MSMEയിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതിഫലനം GST രജിസ്ട്രേഷനിൽ കാണണം. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് കേവലം 30,000 GST പുതിയ രജിസ്ട്രേഷൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ 3 ലക്ഷത്തി ചില്ലാനത്തിന്റെ 10% മാത്രമാണ് GST രജിസ്ട്രേഷൻ എടുത്തത് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് ആ കണക്കിലെ അവ്യക്തത വരുന്നത്. തീർന്നില്ല. ചില പത്രപ്രവർത്തകർ പഠനം നടത്തിയിരുന്നു. MSME രജിസ്ട്രേഷൻ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ്, ചില ഹോമിയോ ക്ലിനിക്കുകൾ റിനോവേറ്റ് ചെയ്തത്, ചില ബേക്കറികൾ റിനോവേറ്റ് ചെയ്തത്, ചില കൂൾ ബാറുകൾ റിനോവേറ്റ് ചെയ്തത്. അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന ആളുകൾ സ്വന്തം അധ്വാനത്തിന്റെ ഭാഗമായി നാട്ടിൻപുറത്തൊരു കൂൾ ബാർ തുടങ്ങി. അത് കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിക്കൊണ്ട് MSME രജിസ്ട്രേഷനിൽ ഈ തരം സംരംഭങ്ങൾ കൂടി ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയത് സർക്കാരിന്റെ നേട്ടമാണ് എന്ന് പറഞ്ഞാൽ, അത് സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ, അത് ഈസ് ഓഫ് ഡൂയിങ്, ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള ചുവപ്പ് നാടകൾ അഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അത് സ്വയം ഞാൻ ഒരു പുകഴ്ത്തുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്നാൽ അത് അത് വസ്തുതയാണോ എന്ന് നമുക്ക് പരിശോധിച്ച് പോകാം. ഞാൻ നിജേഷിലേക്ക് വരാം. നിജേഷ് 2-3 കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വിമർശനപരമാണ്. ഞാൻ ഏതായാലും എനിക്ക് കേട്ടപ്പോൾ തോന്നി, ചർച്ചയുടെ പൊതുവായ ഒരു സ്വഭാവത്തിൽ നിന്ന് പറയുകയാണ്, ശ്രീലങ്ക പോലെ ഇന്ത്യയല്ല കേരളം തകരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തൊരു കാലത്ത് നിന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മികവിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ തർക്കങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്കും പ്രതിപക്ഷത്തിനും മാറേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കാഴ്ച ഇവിടെ വളരെ രസാവഹമായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അത് വിട്ടുകളഞ്ഞു, ഞാൻ പറഞ്ഞതിൽ സ്നേഹത്തോടെ വിട്ടുകളഞ്ഞു. ഭാഷയിൽ പറഞ്ഞ പോലെ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ശരി, അതായിക്കോട്ടെ. ഞാനത് ചാർത്തി തന്നിട്ടില്ല, നിജേഷ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു കാലത്തെ ചർച്ചകളും ആശയങ്ങളും ഓർമ്മിച്ചു എന്ന് മാത്രം. ഞാൻ പക്ഷെ ഒരു സംശയമുണ്ട്. തരൂര്, ശശി തരൂർ താങ്കളുടെ നേതാവായിട്ടുള്ള ശശി തരൂർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ഇന്ന് വൈകിട്ടും പറഞ്ഞത് ഡേറ്റ വെച്ച് തിരുത്താമെന്നാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഏത് നിലയിൽ അത് തിരുത്തുന്നതിനെ കുറിച്ചാണ്? ഇതുവരെ പറഞ്ഞതിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ? ഒരു കൺഫ്യൂഷൻ അതിനകത്ത് വരേണ്ട കാര്യമില്ല. പക്ഷേ നിജേഷ് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആളുകളിൽ വേണമെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷനൊക്കെ വേണമെങ്കിൽ തോന്നാം ചിലർക്കെങ്കിലും. നമുക്ക് ഏതായാലും അദ്ദേഹം പറഞ്ഞ, ശശി തരൂർ പറഞ്ഞ ആ ഭാഗം മാത്രം ഒന്നുകൂടി കണ്ടുകൊണ്ട് ഒരു ക്വിക്ക് റിപ്ലൈ എനിക്ക് ജയിക്കിൽ നിന്ന് വേണം. ഞാൻ അതിന് ശേഷം ശ്രീ പൊടിപ്പാറയിലേക്ക് വരികയും ചെയ്യാം. തരൂർ പറഞ്ഞ ഒന്നുകൂടി കാണാം. ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. അപ്പോൾ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സ്. ഇനി വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും CPIMൻ്റെ അല്ലല്ലോ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്രീയ മേഖലയിലാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. എനിക്ക് ഞാൻ ആർക്കും വേണ്ടി, ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കതൊരു ഡിബേറ്റിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല. പക്ഷേ എങ്കിലും നിജേഷ് അത് പറഞ്ഞതുകൊണ്ടുകൂടി നമ്മളതൊന്ന് വീണ്ടും കാട്ടി എന്നുള്ളതാണ്. ജയിക്ക, ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പം ശശി തരൂർ കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതിലുണ്ടോ? അദ്ദേഹം നിലപാട് തിരുത്തിയോ? ഒരു പ്രശ്നം, ആ ഒരു ധ്വനി നിജേഷിൻ്റെ വാക്കുകളിലുണ്ട്. 2 കണക്കുകളിൽ അവ്യക്തതയുണ്ട്. മാത്രവുമല്ല, അതിന് അദ്ദേഹം രസകരമായി ഉദാഹരിച്ചത് ഈ സംരംഭക വർഷം ആരംഭിച്ച വർഷത്തിൽ 1,00,000-ൽ പരം സംരംഭങ്ങളെന്ന് പറഞ്ഞതിൽ ഒരു 3 കേസ് എടുത്തു വെച്ചൊരു പത്രം, താങ്കളുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള പത്രമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിലാകെ പ്രശ്നമാണ്, മൊത്തം അവ്യക്തമാണ് എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി എടുത്തു. പക്ഷേ അത് അതുപോലെ പൊളിയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കണക്കുകളിൽ അവ്യക്തത, സർക്കാരിൻ്റെ വാദത്തിൽ അസ്വീകാര്യമാണ്. ജയ്ക്ക് എങ്ങനെയാണ് നിജേഷ് ഇവിടെ അവതരിപ്പിച്ച പ്രതിപക്ഷ വാദം, അതിനുള്ളൊരു മറുപടി എങ്ങനെ കൊടുക്കും? ചുരുക്കി വേണം പ്ലീസ്. ജയ്ക്കിൻ്റെ കോള് കട്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ജയ്ക്കിലേക്ക് വരാം. റൈറ്റ്. ഏതായാലും ശ്രീ പൊടിപ്പാറയിലേക്ക് വരുമ്പോൾ, ശ്രീ പൊടിപ്പാറ, ഇതിനോടൊപ്പം തന്നെ ശശി തരൂർ ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കമൻറ്റ്, അദ്ദേഹം ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ലല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്നൊരു LKG കുട്ടിയാക്കി കളയും. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണെന്ന് പറയും. അല്ലാത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ അദ്ദേഹം വിശ്വപൗരനായി മാറും. ഇങ്ങനൊരു വല്ലാത്ത സിദ്ധിയിലൂടെ അദ്ദേഹത്തെ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായൊരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അദ്ദേഹം ഇന്ന് രസകരമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ശ്രീ പൊടിപ്പാറ, അതൊന്ന് കണ്ടിട്ട് താങ്കളുടെ അഭിപ്രായത്തിലേക്ക് വരാം. ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇടയ്ക്ക് നമ്മളുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു. താങ്ക്സ്. എങ്ങനെയുണ്ട് ശ്രീ പൊടിപ്പാറ? ഗംഭീരാടിയല്ലേ? എൻ്റെ പേരിലെങ്കിലും തമ്മിൽ തല്ല് മാറ്റി എല്ലാവരും ഒന്നിച്ചെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നൊരു തരൂരിനെയാണ് കണ്ടത്. ഈ കോണ്ടെക്സ്റ്റിൽ ഏത് നിലയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോൾ കാര്യങ്ങൾ ഒടുവിലെത്തി നിൽക്കുന്നത്? ഞാൻ ഇത്തരം സ്റ്റേറ്റ്മെന്റ് ശശി തരൂർ നടത്തുന്നതിനോട് യോജിക്കുന്നില്ല ശരത്തെ. കാരണം അദ്ദേഹം ഒരു പ്രധാന പാർട്ടിയുടെ, കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതായത് രമേശ് ചെന്നിത്തല പോലും പ്രത്യേക ക്ഷണിതാവായിട്ടാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്നത്. ഇദ്ദേഹമാണ് അദ്ദേഹത്തിന് മീതെ കയറി വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
അത് ഏത് പാർട്ടിക്കും ഉണ്ട്. വലിയ സ്ഥാനം വഹിക്കുന്ന ശ്രീ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അത് രണ്ട് പാർട്ടിയല്ലേ? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ് ശ്രീ പൊടിപ്പാറ. ഒന്ന് ഒരു വിശാല ജനാധിപത്യത്തിന്റെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ. ഞാൻ അതിലേക്ക് വരാൻ തരട്ടെ. പക്ഷേ ഞാൻ അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. ചില കാര്യങ്ങള് ചില സമയങ്ങളിൽ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ KK രമയുടെ വീട്ടിൽ പോയ ആ നടപടി, അത് എത്ര ശരിയാണെങ്കിലും രമ എന്ന് പറയുന്ന വിധവയെ ആശ്വസിപ്പിക്കാൻ, ആ TP ചന്ദ്രശേഖരന്റെ ഭാര്യയെ അവരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം പോയതൊരു മോശം പ്രവൃത്തിയല്ല. പക്ഷെ ആ ദിവസം പോയതിന്റെ ഉദ്ദേശശുദ്ധി ആർക്കെങ്കിലും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റും? ഇപ്പൊ തെരഞ്ഞെടുപ്പില്ലല്ലോ ശരത്തെ. അല്ല, ഞാൻ ചോദിക്കുന്നത് 6 മാസം അകലെ അല്ലെങ്കിൽ 8 മാസം അകലെ UDF-ഉം LDF-ഉം വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ്. അപ്പൊ രണ്ടു കൂട്ടരും പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആവനാഴിയിലെ അസ്ത്രങ്ങള്, അടവുകളെല്ലാം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് എന്താണോ UDF മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിന്റെ അടിത്തറ പൊളിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം അനവസരത്തിൽ അനാവശ്യമായ പ്രസ്താവന ഇറക്കുന്നുവെങ്കിൽ അതിനെ ഔചിത്യം എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു പാർട്ടിയും അത് അംഗീകരിക്കില്ല. കാരണം ഇവിടെ VD സതീശന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, K സുധാകരന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. 10 വർഷമായിട്ട് അധികാരത്തിൽ നിൽക്കുന്ന UDF-നെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്കോ അല്ലെങ്കിൽ ശക്തിക്കനുസരിച്ച് നേട്ടങ്ങളിലേക്കോ നയിക്കേണ്ട ചുമതല അവർക്ക് മാത്രം ഉള്ളതല്ല. അവിടെ പക്ഷേ ശ്രീ പൊടിപ്പാറ പറഞ്ഞ ഒബ്സർവേഷൻ, നിരീക്ഷണം പോകുന്നില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞാൽ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും യോജിക്കാൻ കഴിയാത്തതാണ് എങ്കിൽ ആ പാർട്ടി അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കണം. ഹൈക്കമാൻഡ് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് താങ്കൾ പറഞ്ഞതിന് ചേർന്ന് പോകുന്നതാണോ? പാർട്ടിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞ? ആദ്യത്തെ ദിവസം ഇതുപോലെ ഒരു ലൈറ്റ് മൂഡിൽ പറഞ്ഞ KPCC പ്രസിഡന്റ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നിലപാട് മാറ്റിയിട്ട് അതിശക്തമായി തന്നെ അദ്ദേഹത്തെ അപലപിച്ചു. പക്ഷെ ഇന്നലെ ശശി തരൂര് രാഹുൽ ഗാന്ധിയായിട്ടും മല്ലികാർജുൻ ഖാർഗെയായിട്ട് ചർച്ച നടത്തുന്നു. സോണിയാഗാന്ധി അടക്കം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അത് വലിയൊരു വിവാദമാക്കണ്ട, വലിയൊരു ഇഷ്യൂ ആക്കണ്ട എന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറെ കൂടി മിതത്വം പാലിക്കുന്നു. ഒരു പക്ഷേ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും, ഇതൊരു വലിയ വിഷയമാക്കണ്ട, പാച്ചപ്പ് ചെയ്യണം, അത് കുറച്ചുകൂടി മൃദുവായ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം. പൊടിപ്പാറയുടെ പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ പാളി എന്നാണ് ഞാൻ വീണ്ടും പറയുക. കാരണം അങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മഹാപരാധം തരൂർ ചെയ്തിട്ടില്ല. തരൂരിനെ ഉൾക്കൊണ്ട് സെറ്റിൽ ചെയ്ത് പോകണമെന്നല്ലേ ഹൈക്കമാൻഡ് പറയുന്നത്. പൊടിപ്പാറയുടെ ഈ രാഷ്ട്രീയ നിരീക്ഷണവും ആ പാർട്ടി എടുത്ത പൊസിഷനും തമ്മിൽ ഒരു തരത്തിലും ചേരുന്നില്ല. ശരത്തെ, ഇതിനകത്ത് ഈ ശശി തരൂർ വലിയ സ്റ്റേറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം പലപ്പോഴും വളയമില്ലാതെ ചാടാറുണ്ട്. പാർട്ടിയുടെ താല്പര്യത്തെക്കാൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ കുറിച്ച് അദ്ദേഹം കോൺഷ്യസ് ആണ്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഫ്രീഡത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ വലിയ വില കൊടുക്കുന്ന തികഞ്ഞ ജനാധിപത്യവാദിയായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് മാത്രമല്ല, ഫ്രീ എക്കോണമിക്ക് വേണ്ടി വാദിക്കുന്ന ഉദാരവൽക്കരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും സ്വതന്ത്ര വിപണിയുടെയൊക്കെ വലിയ വക്താവാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യത്തോട് CPM വളരെയധികം യോജിക്കുന്നു. കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളിനെ CPM വളരെ എന്താ പറയാ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ശശി തരൂര് CPM-ന് ഏറ്റവും സ്വീകാര്യനായ കോൺഗ്രസ് നേതാകുന്നു ആ ഒറ്റ വിഷയത്തിൽ. പക്ഷെ ഇതിനു മുമ്പ് അദ്ദേഹം എടുത്തിട്ടുള്ള മറ്റു നിലപാടുകളിൽ ഈ ആഗോളീകരണത്തിന്റെ അപ്പോസ്തലനായി മാറുന്നു, ഫ്രീ ഇക്കോണമിയുടെ സ്വതന്ത്ര സമ്പദ്ഘടനയുടെ ശശി തരൂർ ഒരു കോൺഗ്രസ്സുകാരനാണ്, CPIM-ലേക്ക് വന്നിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുള്ള ആൾ തന്നെയാണ് തരൂര്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ കേരളം എന്ന അദ്ദേഹത്തിന്റെ മാതൃഭൂമിയെ സംബന്ധിച്ച് കേരളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്തിനാണ് താങ്കളെ പോലെ ഒരാൾ ഇങ്ങനെ വിശാലമായ ഒരു വലിയ തലത്തിലേക്കൊക്കെ പോയിട്ട് തരൂരാകെ മാറിയെന്നോ അല്ലെങ്കിൽ മാറാത്ത തരൂരിനെ CPM അങ്ങ് പുണരുന്നോ എന്ന് പറയേണ്ട നിലയിൽ ഒരു ഒബ്സർവേഷന്റെ യാതൊരു സ്കോപ്പ് ഞാൻ കാണുന്നില്ല സത്യത്തിൽ. ഞാൻ കാണുന്നുണ്ട് അത്. കാരണം ബോധ്യപ്പെടാൻ സാധ്യത കുറവാണ്. അല്ല ശരത്തെ, ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ.
അതായത് ഇന്ന് മാത്യു കുഴൽനാടൻ തരൂരിന് വീണ്ടും ഒരു ക്ലാസ് എടുക്കാൻ ശ്രമിച്ചു. തരൂർ അത് എടുത്തിട്ടില്ല ക്ലാസ് എന്നുള്ളതാണ് നിജേഷിനോട് എനിക്ക് പറയാനുള്ളതും. ആകെ മൊത്തം ഇതൊരു നഷ്ടക്കച്ചവടമായി പോയില്ല ഇപ്പോഴത്തെ ഈ സീൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? ഏതായാലും അതിൽ വല്ലാത്ത ബേജാറും ഒക്കെ ഉണ്ട്, നമുക്ക് കാണാം അതെവിടെ എത്തുന്നത്. പക്ഷേ ജയിക്കിനോട് ഒറ്റ കാര്യം ജയിക്കിന്റെ മനസ്സിൽ ദേഷ്യം വല്ലാതെ പുകഞ്ഞു വരികയാണ്. ജയിക്ക് എത്രത്തോളം ദേഷ്യപ്പെടുന്നു അത്രത്തോളം പ്രതിപക്ഷ നേതാവ് ഉയരുകയാണ്. പ്രിയപ്പെട്ട ജയിക്ക്, കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏറ്റവും നല്ല ഒരു സംവാദം ഉണ്ടായത് ശ്രീ തോമസ് ഐസക്കും ശ്രീ വി ഡി സതീശനും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു, ലോട്ടറി സംവാദം. ജയിക്കിന് സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണണം എന്ന് മാത്രമാണ് എനിക്കത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടാൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയില്ലേ, കണക്ക് തെറ്റുന്നു, ഫാക്ട് പറയുന്നത് പെശകി പോകുന്നു, രാജീവ് മെട്രോയ്ക്കെതിരെ സമരം ചെയ്തു എന്ന് പറയുന്നു. മെട്രോയ്ക്കെതിരെ സമരം ചെയ്തിട്ടില്ല. ഈ ശ്രീധരൻ പോലും അന്നത്തെ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നു. പ്രതിപക്ഷ നേതാവിന് എന്താണ് ഈ ഫാക്ച്വൽ എറർ സംഭവിക്കുന്നത്? നമ്മൾ അല്ല, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിക്കാം. കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണെന്നും നിയമസഭയിൽ പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഞാനതിനെ ന്യായീകരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ആവർത്തിച്ച് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാണ് നിജേഷ്, നിങ്ങളെ മാത്രമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പെശക് സംഭവിക്കരുതെന്ന് പറയുന്നത്. അത് നല്ല പൊളിറ്റിക്കൽ സംവാദം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളൊക്കെ. അത് ഉണ്ടാവേണ്ട ശ്രീ പൊടിപ്പാറ. ശരത്തൊന്ന് ജയിക്ക് പറഞ്ഞ കാര്യം കേൾക്കുന്നത് നല്ലതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ശരി. ഞാനും ആ ജയിക്ക് ഉപയോഗിച്ച വാക്കുകളോട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അതിനകത്തൊരു കൊച്ചാക്കൽ ശ്രമം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ചില തെറ്റുകൾ, ചില ഫാക്ടും ഫിഗേഴ്സും ഒക്കെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഒക്കെ തെറ്റിന്ന് വരാം. നാക്കുപിഴ സംഭവിച്ചെന്നിരിക്കും, ആ കണക്ക് കൂട്ടിയതിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പാളിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഇങ്ങനെ മാത്രമാണ് ഏത് കാര്യത്തിലും അദ്ദേഹം കേസുണ്ട് ശ്രീ പൊടിപ്പാറ, തുടർച്ചയായി അദ്ദേഹത്തിന് സംഭവിക്കുന്നു എന്നുള്ളൊരു കേസുണ്ടെന്നേ. ഇപ്പോ മെട്രോയുടെ കാര്യത്തിൽ മെട്രോയ്ക്കെതിരെ സമരം ചെയ്തയാളല്ലേ രാജീവ് എന്ന് പറഞ്ഞു, അത് പാളിയോ? 3000 കോടി 30,000 കോടിയായി വ്യാഖ്യാനിച്ച് ഒരു സ്റ്റേറ്റിനകത്തെ ഒരു ഇഷ്യൂവിനെ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച് ആ കണക്ക് തെറ്റിയാൽ മറ്റുള്ളവർ വെറുതെ നോക്കിയിരിക്കും. അത് പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അത് പ്രതിപക്ഷ നേതാവല്ലേ പറയട്ടെ. ആദ്യം നിജേഷ് കണക്ക് ശരിയാക്കുന്നേ. നിങ്ങൾ കണക്ക് ശരിയാക്ക്. നിങ്ങൾ 30,000 കോടിയുടെ ആനുപാതിക നികുതിയല്ലേ ചോദിക്കുന്നേ? നിങ്ങൾ 30,000 വേണ്ട, 3,000 വേണ്ട, 300 കോടി വന്നോ? 300 കോടി പ്രതിപക്ഷ നേതാവ് അത് പറയട്ടെ. ശ്രീ ജയിക്ക് നമുക്ക് നിർത്താം, വേഗം. അല്ല, 2 വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാനെന്തോ അങ്ങേയറ്റം ബോധപൂർവമായ നിലയിൽ പ്രതിപക്ഷ നേതാവിനെ പരിഹസിക്കാനോ അപഹസിക്കാനോ ശ്രമിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് സത്യസന്ധമായി ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെ ആരെയും വ്യക്തിപരമായി അപഹസിക്കാനോ പരിഹസിക്കാനോ ശ്രമിക്കാറുള്ള ആളല്ല ഞാൻ. പക്ഷേ കയ്യിൽ അച്ചടിച്ച് വെച്ച പേപ്പറുമായി ഡാറ്റയുടെ പിൻബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും ആവർത്തിച്ച് പറഞ്ഞ 3 വാചകങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 30,000 കോടി 3 ലക്ഷം പേർ 1 ലക്ഷം വീതം ഇട്ടാൽ 30,000 കോടി രൂപ വരും. കാൽക്കുലേറ്ററിൽ എഴുതി വെച്ചിട്ടല്ല, ആധികാരികമെന്ന് അദ്ദേഹം അവകാശപ്പെട്ട പേപ്പർ എടുത്തു കാണിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ 30,000 കോടി എവിടെ? GDP-യിൽ ഒരു നിക്ഷേപം വന്നാൽ നിക്ഷേപം വരുന്ന അത്രയും GDP ആയി മാറുമെന്ന് 7ാം ക്ലാസ്സിലെങ്കിലും എക്കണോമിക്സ് പഠിച്ച ഒരാൾ പറയുമോ? പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം തിരുത്തണ്ടേ. 2 റബ്ബറിന്റെ തറവല എന്റെ വ്യാഖ്യാനമല്ലല്ലോ, അദ്ദേഹം കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതല്ലേ. ഒരു തെറ്റ് പറ്റിയാൽ ഇവിടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയോ മാധ്യമ പ്രവർത്തകനായ അംഗോ ഞാനോ ആകട്ടെ, തെറ്റു പറ്റിയാൽ നാളെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അത് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റാണ് എന്ന് പറയണം. ഇദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞോ? എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കയ്യിലുള്ള രേഖ കാണിച്ചിട്ട് ഞാൻ ആധികാരികമായി പഠിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വിയോജിപ്പുകൾ ഫാക്ച്വലായി സൂചിപ്പിക്കേണ്ട വന്നതാണ്. ഒറ്റ വാചകം കൊണ്ട് അവസാനിപ്പിച്ചോളാം. ഇത് ചോദിച്ചപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന സഹ പാനലിസ്റ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സെക്രട്ടറി AI കുറിച്ച് പറഞ്ഞില്ലേ? 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. AI ChatGPT വന്നതിന് ശേഷം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, എ ബോയ്സ് ഓഫ് 17 doctors over 3 years for chronic pain. ChatGPT found the diagnosis. 17 ഡോക്ടർമാരെ 3 വർഷം കണ്ട കുട്ടിയുടെ അസുഖം ChatGPT ഡയഗ്നോസ് ചെയ്തു. മികച്ച കാര്യമാണ്, തർക്കവേദമില്ല. പക്ഷെ എന്താണ്, മസാച്യുസെറ്റ്സിൽ അമേരിക്കയിലെ മുഴുവൻ ഡോക്ടർമാരും പണിമുടക്കി. കാരണം എന്താ? 17 ഡോക്ടർമാരെ 3 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന രോഗിയുടെ രോഗം ChatGPT ഡയഗ്നോസ് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ പണി എന്ത്? CPM-കാരല്ല പണി മുടക്കിയത്, അമേരിക്കയിലെ ഡോക്ടർമാരാണ്. ഹോളിവുഡ് സിനിമയിൽ നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും ഒരുമിച്ച് പണി മുടക്കി. എന്തുകൊണ്ടാണ്?
ഇതിനെ തുടർന്നാണ് അത് അദ്ദേഹത്തിന് ഈ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് അസമത്വത്തെ പറഞ്ഞത്. ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചത്. ഓക്കെ ഓക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആ. ഇതല്ല അതിന്റെ മറുപടി. ശരി, സോഷ്യലിസം വരുമെന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് എനിക്ക് ആവശ്യം. റൈറ്റ്. ഏതായാലും നമുക്കത് അടുത്ത ചർച്ചയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ താങ്കൾ സാന്ദർഭികമായി അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ജയ്ക്ക് അതേക്കുറിച്ച് ഒരു വിശദീകരണത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വളരെ ശക്തമായ നിലയിൽ കേരളത്തിൻ്റെ മുന്നേറ്റം എന്ന യാഥാർത്ഥ്യത്തെ ഇകഴ്ത്തിക്കാട്ടാൻ ഒരു പരിശ്രമം നടത്തിയാൽ അത് പ്രതിപക്ഷമായാലും ആരായാലും അവിടെ വസ്തുതകളും കണക്കുകളും ഡാറ്റ എന്ന് പറയുന്നതൊക്കെ വളരെ പ്രസക്തമാണ്, പ്രധാനമാണ്. അത് വെച്ചുള്ള ഒരു ചർച്ചകളിൽ കേരളത്തിൽ പ്രതിപക്ഷത്തിന് സംഭവിക്കുന്ന വലിയ ഒരു പിന്നോട്ടടി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ കാലത്ത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.